അയാളെന്തിനാ വിളിക്കേ? ഇവിടെ ഇല്ല. ഭാര്യയാണല്ലേ? അതെ. ആരാ? വേണ്ടപ്പെട്ട ഒരാളാ. ആ ഒന്ന് നിക്കുന്നേ, കാണട്ടെ. ഇങ്ങനെ നാണിച്ചാലോ? ആരാ? മനസ്സിലായില്ല. മോനെ ഒന്ന് കാണാനാ. രാവിലെ പോയതാ. എന്താണാവോ? ഒരു കല്യാണത്തിന് വിളിക്കാനാ. അങ്ങോട്ട് ഇരിക്കൂ. ആരുടെ കല്യാണ? അവന്റെ അച്ഛന്റെ. അതെ, എന്റെ കാശും വാങ്ങി തിന്ന് നുണ പറഞ്ഞു ഒളിച്ചു മാറിയും അധികം പോവില്ല മോൻ. കൊടുത്താ കൊടുത്തത് വാങ്ങാൻ അറിയുന്ന കൂട്ടത്തിലാ ഞാൻ. വിശ്വംഭരൻ. വീട്ടിൽ കയറി വന്ന് വൃത്തികേട് കാണിച്ചു എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ എന്നാ മനസ്സിലായിക്കോ. മോൻ 2 ലക്ഷം രൂപ എന്റെ പലിശയ്ക്ക് വാങ്ങിയിട്ട് മാസങ്ങളായി. ദിവസം കൂടുന്തോറും പലിശയും പലിശയുടെ പലിശയൊക്കെ കയറി കയറി വരും. അവസാനം ഉള്ള കിടപ്പാടം വിറ്റാലും തികയാതെ വരും. തടിയൂരാൻ പറഞ്ഞേക്ക അവനോട്, ഇല്ലെങ്കിൽ ഉറപ്പാ തടി കേടാവും. നാളെ മുതലും പലിശ അവിടെ കൊണ്ടുതരാൻ പറഞ്ഞേക്കണം. ഇല്ലേ ഞാൻ ഇനിയും വരും. അത് ഇതുപോലത്തെ വരവായിരിക്കില്ല. ആ പിന്നെ ഞാൻ അധികം ഒരു വീട് കയറി ഇറങ്ങുന്ന അത്ര നല്ല പേരല്ല. ആർക്ക്? വീട്ടുകാർക്ക്. റേഷൻ കടയുടെ കാര്യങ്ങളൊന്നും ദിനേശേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേട്ടാ? അത് ഒക്കെ ശരിയാവും. പിന്നെ നിനക്കിവിടെ സുഖല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനെന്ന് വെച്ച ജീവനാ. അത് മതി. എന്താ നിന്റെ കൈയും കഴുത്തൊക്കെ ഇങ്ങനെ? ആഭരണങ്ങൾ ഇടുന്ന മൂപ്പർക്ക് ഇഷ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ആ ഒരുപാട് റുപ്യയുടെ സാധനങ്ങള് വെറുതെ പെട്ടിയിൽ കിടക്കാന്ന് വെച്ചാ അതൊരു നഷ്ടാ. ദിനേശേട്ടൻ ഇതന്നെ പറയാറ്. ആ നിനക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ നമ്മുടെ അച്ഛൻ അമ്മയുടെ ആഭരണങ്ങൾ ബാങ്കിൽ വെച്ച് കാര്യം നടത്തുന്നല്ലാതെ 10 പൈസ പുറത്തുനിന്നൊരാളുടെ നിന്ന് കടം വാങ്ങില്ലായിരുന്നല്ലോ. ഞാനും വിചാരിച്ചിരുന്നു ഏട്ടന്റെ തൽക്കാല ബുദ്ധിമുട്ടിന് എന്റെ ആഭരണങ്ങൾ എടുത്തു തരണമെന്ന്. പിന്നെ ദിനേശേട്ടനോട് എന്താ പറയാ, എങ്ങനെ പറയാന്ന് ആലോചിച്ച് നിന്നതാ. നിന്നോട് സ്നേഹമുള്ള മനുഷ്യനാണല്ലോ, കാര്യം പറഞ്ഞാ മനസ്സിലാവും. എന്റെ പൊട്ടത്തരം കൊണ്ട് മിണ്ടിയില്ലെന്ന് വെച്ചോളൂ. അതിനിടയ്ക്കാ കാറ് വാങ്ങലുണ്ടായത്. കാറ് വാങ്ങിയോ? വാങ്ങി. മാരുതിയാ. നന്നായി. നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഒരു മാരുതി കാറുമായി. ഉഷയ്ക്ക് മോട്ടോർ സൈക്കിളും നിനക്ക് മാരുതി കാറും. നന്നായി. ഈ 2 വളയും താലിമാല ഒഴിച്ച് ബാക്കിയൊക്കെ ബാങ്കിൽ വെച്ചു. പിന്നെ കുറച്ച് അടവുണ്ടത്രേ. ഇപ്പൊ മാരുതി കാറിലൊക്കെ ചെത്തി നടക്കല്ലേ നീ? ഈശ്വര, ഇതിലധികം ഇപ്പൊ എന്താ എനിക്കൊരു സന്തോഷം വേണ്ടേ? കാറും കൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് വരിക, അമ്മേനെ കയറ്റി ഒരു 4 വട്ടം കറങ്ങല്. പത്മാവതി കുട്ടിക്ക് 10 വയസ്സ് കുറയും. ഏട്ടനൊന്നും കഴിച്ചില്ല. വേണ്ട, ചെല്ലട്ടെ. ഏട്ടാ ഇത് വെച്ചോളൂ. ദിനേശേട്ടൻ ചോദിച്ചാൽ തന്നെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോളാം. വേണ്ട, അത് ഈ കൈ കിടക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. ഇതിനും ഈ കൈക്കും. വരട്ടെ മോളെ. അളിയനെപ്പെത്തി? കുറച്ചു നേരമായി. നിങ്ങളുടെ രണ്ടാളും വിവരമൊക്കെ ഒന്ന് അറിഞ്ഞു പോവാന്ന് വെച്ചു. ഇറങ്ങല്ലേ, എനിക്ക് ഇതിലൊന്ന് കയറി എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം. നല്ല കാര്യം. വന്ന് കയറുമ്പോ പോകാൻ തുടങ്ങിയാലോ? രമണി കാപ്പി എടുത്തോ? ഏട്ടൻ എന്തൊക്കെ തിരക്കുണ്ടത്രേ. ഇങ്ങനെ പോണത് ശരിയല്ല കേട്ടോ. തിരക്കുള്ളതുകൊണ്ടല്ലേ. ഇനിയും വരാലോ. ചെല്ലട്ടെ മോളെ. ഇന്ന് തരാം ഇന്നപ്പ തരാമെന്ന് പറയാനുള്ള ശേഷി എനിക്കില്ല. എന്നാലോ നിങ്ങൾ പറയുന്നതിൽ അന്യായമില്ല. ന്യായം അന്യായം ഒക്കെ അങ്ങടും ഇങ്ങടും പറയേണ്ട കാലമൊക്കെ എന്നോ കഴിഞ്ഞു. അതെന്റെ മോനൊരു ഉണ്ണിപ്പൊണ്ണനായതുകൊണ്ട് ഇനിയില്ല. തരാനുള്ളത് എന്താച്ചാ തരാനുണ്ടാവണ കാലത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. എന്തേ ഏട്ടനടക്കം ഉണ്ടാക്കി വെച്ച നാശല്ലേ? വല്ലതും പറയാനുണ്ടോ? ഞാനിപ്പോ എന്താ പറയുക? വായിൽ നാക്കോണ്ട് തീരുവോ വിശ്വംഭന്റെ കടം? ഇനി എന്താ ഏതാന്ന് വെച്ചാ നിങ്ങൾ തമ്മിൽ അത്ര തന്നെ. എന്നാലും അരവിന്ദനോടൊരു വാക്ക് പറയാതെ. അവനെ പറഞ്ഞു പറ്റിച്ചാണ് എത്തിച്ചത്. നിങ്ങൾക്ക് വേണ്ടി അവൻ ഇത്രയും കാലം പെറ്റതള്ളയും പറ്റിച്ചു. മതി, മടുത്തു.
വീട്ടിൽ മുതിർന്നവരാ തീരുമാനങ്ങൾ എടുക്കുക. അരവിന്ദന്റെ കാര്യത്തിൽ എന്നും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇത് ഞാനും കൂടി ഒന്ന് അറിയേണ്ടിയിരുന്നു അമ്മേ. ഒന്നില്ലെങ്കിലും ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ രണ്ട് മനുഷ്യജീവികൾ തമ്മിൽ പിരിയല്ല അമ്മേ. അമ്മ കയറും പിടിച്ചടക്കുന്ന നമ്മുടെ പശുവിനെ ആരെല്ലാം അഴിച്ചുകൊണ്ട് പോയാ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടമല്ലേ? അത്രയെങ്കിലും ഒന്ന് വിചാരിക്കേണ്ടിയിരുന്നു. കാശിനും കഴിവിനെ കുറവുള്ളൂ. കരളിയെ കുത്തണ കാര്യങ്ങൾ കാണുമ്പോ സങ്കടത്തിന് കുറവൊന്നുമില്ല അമ്മേ. നിർത്തടാ. ഉളുപ്പില്ലാത്ത അവന്റെ ഒരു സങ്കടം പറച്ചില്. മാനമര്യാദക്ക് ജീവിച്ച് മരിച്ച അച്ഛനെ പറയിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടം? ഭാര്യ വീട്ടുകാർക്ക് മാനം നേടിക്കൊടുക്കാൻ പെറ്റതള്ളയെ കണ്ടവരുടെ മുമ്പിൽ മാനം കെടുത്താൻ ഓരോരോ തോന്നിവാസങ്ങളെ കാണിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടങ്ങളൊക്കെ? പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറാൻ അമ്മ കുളിച്ചൊരുങ്ങി നിൽക്കുക. ഞാൻ അവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. അവളെ പോവുകയും ചെയ്യും. ഇല്ലമ്മേ. അരവിന്ദ, അമ്മയുടെ മോൻ കടക്കാരനായതും കള്ളനായതും ഇവള് ഒരുത്തി കാരനാന്നല്ലേ ധരിച്ചു വെച്ചിരിക്കുന്നേ? അല്ല, എന്റെ അനിയത്തി ആണൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ വന്ന കട. അവിടെ കാറ് വാങ്ങിണ്ട്. കളിച്ചും ചിരിച്ച് നല്ലോണം കഴിയണുണ്ട് അമ്മയുടെ മോള്. ഇവിടെ കേറി വന്ന അന്ന് തൊട്ട് കണ്ണീരാ ഇതിന്റെ കഞ്ഞില്. പെട്ടിയും തൂക്കി ചെന്ന് കയറുമ്പോ കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു തള്ളില്ല ഇവൾക്ക്. അവിടെ കാലാകാലത്തും ഭർത്താവുള്ള വിധിവായിട്ടിരിക്കാൻ ഇവിടുന്ന് പോണില്ല അവള്. വേണ്ട അരവിന്ദേട്ടൻ, ഞാൻ പൊക്കോളാം. എന്നെ കൊണ്ട് ഇനി ഇവിടെ അരവിന്ദേട്ടനെ വേണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. ഇനി അതല്ല, കാര്യത്തിന് കൊള്ളാത്തതൊക്കെ കളയാനാണെങ്കിൽ ഇപ്പൊ എന്നെ വേണം കളയാൻ. ശ്രീധരമാമേ, എന്റെ അമ്മ പാവാ. ഇക്കാര്യത്തിന് അമ്മ ശ്രീധരമാമയെ വിളിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. 3 നേരം മുട്ടില്ലാതെ നോക്കിക്കൊള്ളാന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അതൊന്നും ഉറപ്പില്ല ഈ അരുവന്തിന്. പക്ഷെ ഒരു ഉറപ്പുണ്ട്, ചാവോളം ഞാനുണ്ടാവും അവൾക്ക്. അത് ഇവിടെ ആയാലും എവിടെ ആയാലും. ஜீவன் കിട്ടി. சசி ഓ, வேற யாரு பாக்கி അതും ഞാൻ பார்த்தாச்சு. அருண்சாமி ஏய் ബ്രേക്കില്ലാത്തോണ്ട് അണ്ണാച്ചി. சவட்டுகளையும் പറയുമ്പോൾ ഇതിന്റെ ബ്രേക്കും പോയി. ஓடிட்டியா வச்சுக்கிறேன். അവൻ പോയി, ഇനി അവന് കിട്ടൂല. எங்க போவான்? அமெரிக்கா போவானா? அமெரிக்கா போனா இங்க ப்ராப்ளம். இந்த ஊர்ல தானே இருப்பான். அவன் குடும்பிய நான் பிடிக்கிறேன் பாரு. ஓடிட்டியா? வச்சுக்கிறேன்டா, வச்சுக்கிறேன். ஏய் அரவிந்தசாமி, ஏய் பிராடு, வாடா வெளியே, சீக்கிரம் வா. டேய் அவனை கூப்பிடு. அரவிந்தா, எங்க போனாலும் உன்னை நம்ம பார்த்து யாரும் விட மாட்டா. கரெக்ட். എന്താ? அரவிந்தசாமி இருக்கானா? അവനിവിടെ ഇല്ല. நீங்க அவனோட அம்மாவா? நீங்க அவங்க பொண்டாட்டியா? അതെ. നിങ്ങൾ ആരാന്ന് പറയൂ. டேய் சொல்லுடா. தஞ்சாவூர் முருகன் இங்க வட்டி விசேஷம் நடத்திட்டு இருக்கு. അയ്യോ, വട്ടിയില്ല. മുറം വേണമെങ്കിൽ തരാം. அம்மா மலையாளத்துல பல்சக்காரன்னு சொல்லுவாங்க. உங்க மகன் கடையை காமிச்சு என்கிட்ட நிறைய பணம் வாங்கினா. இது வரைக்கும் வட்டியும் வரல, முதலும் வரல. எனக்கு இப்பவே பணம் வேணும். അതിന് അവന് ഇവിടെ ഇല്ല. அவன் വരുമ്പോ വന്ന് ചോദിക്കൂ. அவன் இல்லையா? அவன் சைக்கிள் மட்டும் இருக்கு. அப்ப உள்ளதான் இருக்கான். நீங்க பொம்பளையா இருக்கீங்க, நான் உள்ள நுழைய மாட்டேன். அது ஆம்பளைக்கு அழகு இல்ல. அவன்கிட்ட சொல்லி வைங்க, இன்னும் 2 நாள்ல பணம் வரல, அப்புறம் நடக்கிறதே வேற. டேய், இந்த சைக்கிள் தானே அவன் எஸ்கேப் ஆனா? ஆமா. வாடா தூக்குடா. என்ன பண்ற? நீ ஓட்டுற, நான் பின்னாடி உட்காந்துக்கிறேன். എനിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ല. எனக்கு ஓட்ட தெரியுது. அப்ப தூக்கு. சைக்கிள் தூக்குடா, சைக்கிள் தூக்கு. அவன் பேரு இன்னையில இருந்து அரவிந்த் இல்ல, கடங்கார சாமி. பேரை மாத்த சொல்லு. നശിച്ചു, ഒക്കെ നശിച്ചു. കണ്ണി കണ്ട പാണ്ഡ്യ പലിശക്കാരനൊക്കെ കാവുമ്പറത്തെ മുറ്റം നിറങ്ങി. ഒക്കെ നീ ഒരുത്ത കാരണ. ഇനി എന്തൊക്കെ കണ്ടാൽ ഈ കണ്ണൊന്നും അടയണ്ട ഈശ്വര.
വണ്ടി കയറ്. ദയവ് ചെയ്ത് ഈ അങ്ങാടി വെച്ചനെ അപമാനിക്കരുത്. എന്തോ വേണ്ട, ഒരു നല്ല ജോത്സ്യനെ കണ്ട് നാളും മുഹൂർത്തവും കുറിച്ച് നല്ലൊരു സ്ഥലവും തീരുമാനിച്ചാവാം കാവുംപുറത്ത് അരവിന്ദൻ തമ്പുരാനെ അപമാനിക്കൽ ചടങ്ങ്. എന്തേ ഞാൻ എന്നെ നിർത്ത് സമയം കളയാതെ മോൻ വണ്ടി കയറ്. മോനെ മോനെ എന്നേ ഞാൻ ആരെയും വിളിക്കാറുള്ളൂ. എന്താന്നറിയോ, പകുതി മാറ്റി വെക്കുന്നതാ. സമയം വരുമ്പോ കൂട്ടി വിളിക്കാൻ നായിന്റെ മോനെന്ന്. വണ്ടി കയറാൻ നായിന്റെ മോനെ. പവിത്ര കയറ്റിക്കോ, എടുത്തോ. ഞാൻ വരില്ല. എന്റെ വീട്ടിൽ അവര് വീട്ടിലുള്ളവരൊക്കെ മോൻ ഉള്ളിടത്ത് വരും. വാങ്ങിയിട്ടുണ്ട്. വിശ്വംഭരന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് അരിവന്തം കാശ് വാങ്ങിയിട്ടുണ്ട്. അരിവന്തം മാത്രല്ല, ഈ നാട്ടിൽ ഒരുവിധപ്പെട്ടവരൊക്കെ ബ്ലേഡുകാരന്റെ കാലിന്റെ ചോട്ടിൽ തല കൊണ്ട് വെച്ചിട്ടുണ്ട്. അറിയോ, പാവപ്പെട്ടവൻ എപ്പോഴാ ബ്ലേഡുകാരന്റെ കയ്യിൽ നിന്ന് കൊള്ള പലിശയ്ക്ക് കാശ് വാങ്ങണേന്ന്? യാതൊരു ഗതിയില്ലാണ്ടാവുമ്പോ, വിൽക്കാനും പണയം വെക്കാനും ഒന്നില്ലാതാവുമ്പോ, സഹായിക്കാൻ ഈ ലോകത്ത് ആരില്ലാതാവുമ്പോ, അപ്പൊ തന്നെ ഉറപ്പല്ലേ ആ കാശ് മടക്കി കിട്ടില്ലെന്ന്? തരണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, തിരിച്ചു തരാൻ യാതൊരു ഗതിയില്ലാഞ്ഞിട്ടാ. ന്യായം പറയുന്നുള്ള നായിന്റെ മോനെ. ഞാൻ എന്താ ഇത്? തല്ലിക്കൊന്ന് തൊലി ഒരു ചിറച്ചു തൂക്കി വിറ്റാ കാശ് കിട്ടാൻ ഇവൻ മാടൊന്നുമല്ലല്ലോ, മനുഷ്യനല്ലേ. തല്ലരുത്. വേണ്ട, നിങ്ങൾ ഏറ്റാ മതി. ഞാൻ എവിടെ എപ്പോ വരണം കാശിന്? ഏറ്റോ ഏറ്റോന്ന്. ഇനി അരവിന്ദൻ ആരെങ്കിലും സ്വന്തക്കാരോ ബന്ധക്കാരോ ഉണ്ടെ കേൾക്കാൻ വേണ്ടി പറയാ. ഈ നിമിഷം തൊട്ട് 24 മണിക്കൂർ സമയം നായിന്റെ മോനി ഞാൻ കൊടുക്കും. അതിനിടയ്ക്ക് എന്റെ കാശ് കൊണ്ടെത്തരാനുള്ള വഴി കണ്ടെത്തിയില്ലെങ്കിൽ 24 മണിക്കൂറിൽ ഈ അരവിന്ദനുള്ളടുത്ത് വിശ്വംഭരം വന്നിരിക്കും. ഒരു നടക്കവനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ കഷ്ണങ്ങളായി കൊണ്ടുപോകാൻ ഞാൻ. ഏതെങ്കിലും ഒരു മോൻ ഏക്കാനുണ്ടോടാ? ഉണ്ടോന്ന്? വാടാ പൗത്ര, ബാക്കി നാളെ ആവാൻ കളി. അവൻ തരുമോ ഞാനൊന്ന് നോക്കട്ടെ. അരവിന്ദ, കല്ലും മണ്ണുള്ള റേഷനരി ഞാൻ നാട്ടുകാരെ കുറെ തീറ്റിച്ചതല്ലേ. ഒടുവിൽ എനിക്കിപ്പതേ വിശ്വംഭരന്റെ വക ഇഷ്ടംപോലെ കല്ലും മണ്ണുള്ള കഞ്ഞിക്കുള്ള അരി. ദൂരെ എവിടേക്കും അല്ല, മനസ്സുകൊണ്ട് ഇവിടെ വിട്ടു പോണൂല്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാല് എന്തെങ്കിലും ഒരു പണി നോക്കാലോ. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും കഴിയാൻ എന്ത് ധൈര്യത്തിലാ ഞാൻ പറഞ്ഞേക്കാം. ഉരുകി ഉരുകി കാത്തിരിക്കാൻ നീ ഉണ്ടെങ്കിൽ ഏത് കടലിൽ നീന്തി കയറി വരും ഞാൻ. ഇത് കയ്യിൽ വെച്ചോളൂ. വേണ്ട, ആകെയുള്ളൊരു താലിമാല, അതും കൂടെ ഞാൻ വേണ്ട. അതിവിടെ ഇരിക്കട്ടെ. അതീ തൊട്ട് നീ വിളിച്ചാൽ എനിക്ക് കേൾക്കാം എവിടെയായാലും. ഏട്ടാ അമ്മയോട് ഒന്നും പറയണ്ട, ഉറങ്ങിക്കോട്ടെ. ഒന്നിനും കൊള്ളാത്ത മോൻ എങ്ങോട്ടോ പുറപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ. ഈ കണ്ണീര് എനിക്ക് തന്നയക്കില്ല മോളെ. നിന്റെ ഒരു ചിരി, അതാ എനിക്ക് വേണ്ടത്. ആ വെളിച്ചത്തിൽ ഇറങ്ങി നടന്നോളാം ഞാൻ.